ഞാനെപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ബന്ധം എന്ന് പറയുന്നത്, അവിടെ വെങ്കിട്ടറാം കല്യാണം എന്നൊരാളുണ്ടായിരുന്നു. വെങ്കിട്ടറാം കല്യാണം എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് ഗാന്ധിയുടെ സെക്രട്ടറിയായി, തമിഴനാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് കേട്ടിരുന്നു. അപ്പം വടകരക്കാരൻ എൻ്റെ സുഹൃത്ത് PK രാമേന്ദ്രൻ ഉണ്ട്. അദ്ദേഹം റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഗാന്ധിയോട് വലിയ ഭക്തിയുള്ള ആളാണ്, എന്നോട് ലോഹ്യമുള്ള ആളാണ്. അപ്പോൾ ഒരിക്കൽ രാമേന്ദ്രനായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ച് അങ്ങനെ രാമേന്ദ്രൻ ഇടപെട്ടിട്ട് വെങ്കിട്ടറാം കല്യാണം ഞാനായിട്ട് കാണാനൊരു അവസരം ഉണ്ടായി. അത് 2018 ഫെബ്രുവരിയിലാണ്. അപ്പോൾ അവിടെ നഗരത്തിൽ തന്നെയാണ് അദ്ദേഹം താമസം. അദ്ദേഹത്തിന് 96 വയസ്സുണ്ട്. അപ്പം ഞാനിവിടുന്ന് അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ വേറൊന്നും ഉദ്ദേശിച്ച് പോയതല്ല. എന്താ വെച്ചാൽ എനിക്ക് ഗാന്ധിയുടെ സെക്രട്ടറി ഇപ്പോൾ ജീവനോടെ എന്നെ ഒന്ന് കാണണം, വേറെ ഒരു ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മശക്തി ഉണ്ടോ, അദ്ദേഹം സംസാരിക്കുമോ, ചോദ്യത്തിന് ഒന്നും അറിയില്ല. അപ്പം ഞാൻ KC നാരായണനോട് പതിവ് പോലെ എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു. അപ്പോൾ KC പറഞ്ഞു, എടോ അദ്ദേഹം സംസാരിക്കുമെങ്കിൽ താനത് എന്നോ എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, വളരെ വൃത്തിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ സുഹൃത്ത് കേരള റോഡ്വേസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ CP കുഞ്ഞോമ്മൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് താമസം. കുഞ്ഞോമ്മൻ്റെ മുറിയിലാണ് താമസം. കുഞ്ഞോമ്മ അവിടെ ഇല്ല. എന്നോട് പറഞ്ഞു മദ്രാശി പോകണമെങ്കിൽ അവിടെ താമസിച്ചാൽ മതി. അങ്ങനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞാൽ അവിടെയാണ് താമസം. ഞാൻ അവിടുന്ന് ഒരു ബസ്സോ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഈ കല്യാണത്തിൻ്റെ അടുത്തേക്കും സംസാരിക്കും. അപ്പോൾ KC എന്നോട് പറഞ്ഞു, താൻ സംസാരിക്കുന്നതൊക്കെ അന്നന്ന് എഴുതണം. അപ്പം ഞാൻ രാവിലെ പോയാൽ ഉച്ചവരെ സംസാരിക്കും, അത് കുറിപ്പെടുത്തിട്ട് ഇവിടെ വന്നിരുന്നത് എഴുതും. പിറ്റേന്ന് പിന്നെയും പോകും, അതിൽ ചിലപ്പോൾ ഒരു ദിവസം പോകില്ല, ഇരുന്നത് എഴുതും. അപ്പോൾ കല്യാണത്തിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഓർമ്മയ്ക്കൊരു കുഴപ്പമില്ല എന്നുള്ള മാതിരി തന്നെ ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അദ്ദേഹം ഒരു 5-8 കാപ്പി കുടിക്കും. ഉച്ചക്കൊക്കെ ഒരു ഗ്ലാസ് കാപ്പിയാണ്, ചിലപ്പോൾ 2 ഇഡ്ഡലി കഴിച്ചെങ്കിലായി, അത്രയേ ഉള്ളൂ. ഉറക്കവും തീരെ കമ്മിയാണ്. ഞങ്ങൾ വർത്താനം പറയുമ്പോൾ ഇടയ്ക്ക് അദ്ദേഹം ഒന്ന് മയങ്ങും. അപ്പോൾ ഞാൻ അനങ്ങാതിരിക്കും. 1.25 മണിക്കൂർ ഒന്ന് മയങ്ങി ഇരുന്നിട്ടാണ്, അത് കിടക്കുന്നൊന്നുമല്ല. അങ്ങനെ 3 ആഴ്ച ഞാൻ രാപ്പകൽ ജോലി ചെയ്തു. അങ്ങനെ ആ സംഭാഷണം മുഴുവൻ ഞാൻ അവിടെ നിന്ന് തന്നെ എഴുതി അത് തയ്യാറാക്കിയിട്ട് നേരെ കോട്ടയത്ത് നിന്ന് KC നാരായണന് കൊടുത്തു. അദ്ദേഹം അടുത്ത മാസം ഭാഷാഭൂഷയുടെ 2018 ഏപ്രിൽ ലക്കത്തിൽ ഗാന്ധിയുടെ സാക്ഷി എന്ന് പറഞ്ഞ ഈ സുദീർഘ സംഭാഷണം മുഴുവൻ പ്രസിദ്ധീകരിച്ചു. അത് ഞാൻ മദ്രാശിയിൽ ഇരുന്ന് എഴുതിയ ഒരു സാധനം, ഒരു പുസ്തകം തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭാഷാഭൂഷി കൊടുക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാത്തതും പിന്നെ ഞാൻ അന്ന് എഴുതാത്ത കൂടി കൂട്ടി രണ്ടാമത് എഴുതിയിട്ട് ഞാനത് DC ബുക്സിന് കൊടുത്തു. അവർ ഗാന്ധിയുടെ സാക്ഷി എന്നൊരു പുസ്തകം അച്ചടിച്ചിട്ടുണ്ട്. അതിപ്പോൾ 5-6 പതിപ്പായി. അത് പിന്നീട് എൻ്റെ സുഹൃത്ത് വേണു മേനോൻ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ആ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നമ്മുടെ മാതൃഭൂമി പുസ്തകമായിട്ട് അച്ചടിച്ചു. അതിലെൻ്റെ സുഹൃത്ത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഫിലോസഫി പ്രൊഫസർ KP ശങ്കരനാണ് എൻ്റെ അവതാരിക എഴുതിയത്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് എൻ്റെ സുഹൃത്ത് തമിഴ് എഴുത്തുകാരൻ നീലകണ്ഠൻ, കുമരി നീലകണ്ഠൻ, അദ്ദേഹം വെങ്കിട്ടറാം കല്യാണത്തെപ്പറ്റി ഒരു നോവൽ എഴുതിയ ആളാണ്. ആ നോവലിൻ്റെ പേര് ആഗസ്റ്റ് 15 എന്നാണ്. അപ്പോൾ അദ്ദേഹം തമിഴിൽ പരിഭാഷപ്പെടുത്തി. ഈ 2 പുസ്തകം വരുമ്പോഴേക്ക് 98-ാമത്തെ വയസ്സിൽ വെങ്കിട്ടറാം കല്യാണം മരിച്ചുപോയി.